ഞങ്ങളോട് നടത്തിയത്. റോസമ്മയുടെയും ഒപ്പം ഐഷയുടെയും അയൽവാസിയായ പ്രദേശവാസിയായ രൂപേഷ് നമുക്കൊപ്പം ചേരുന്നു, ന്യൂസ് 18-നൊപ്പം ചേരുന്നു. രൂപേഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ മനസ്സിലാക്കുന്നത് 2012 മുതൽ കാണാതായ ഐഷയുടെയും ഇപ്പോൾ ഞങ്ങളോട് ന്യൂസ് 18നോട് ഈ വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയ റോസമ്മയുടെയും സമീപവാസിയാണ് താങ്കൾ എന്നാണ്. അതെ അതെ അതെ, ഞാൻ താമസിക്കുന്ന വാർഡിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഈ ഐഷയെ താങ്കൾക്ക് വ്യക്തിപരമായി പരിചയമുണ്ടോ? ഹൈറുമ്മ എന്ന് നമ്മൾ കൊച്ചുനാൾ മുതൽ കേട്ടിട്ടുണ്ട്. പിന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ എനിക്കറിയാം. ഈ പ്രദേശത്തൊക്കെ നമ്മൾ പോകുന്നതാണ്, പൊതുപ്രവർത്തനമായിട്ടൊക്കെ അവിടെയൊക്കെ പോകുന്നതാണ്. ഈ ഐഷ ഒറ്റയ്ക്കായിരുന്നു താമസം? ഐഷ ഒറ്റക്കായിരുന്നു താമസം. ഒരു എറണാകുളത്തായിരുന്നു അവസാന ഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം നമ്മുടെ അവിടെ വന്ന് സ്ഥിരതാമസമാക്കി. ഈ സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ട ആളായിരുന്നോ ഈ ഐഷ? അത്യാവശ്യം ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നു. പെൻഷനാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ അയൽക്കൂട്ടം അതുകൂട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഒക്കെ വായ്പ എടുത്തിട്ടാണ് ഈ സ്ഥലം ഇടപാടിനായിട്ട് ഐഷ ഇറങ്ങിയത്. ആ ഘട്ടത്തിലാണ് അവർ മിസ്സിംഗ് ആവുന്നത്. ഈ 2012 മെയ് 11 ഐഷയെ കാണാതാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് വർഷങ്ങളായിട്ട് ഈ ചേർത്തലയിൽ നിങ്ങളുടെ സമീപത്ത് താമസിക്കുകയായിരുന്നു അല്ലേ? അതെ അതെ അതെ, ചെറുപ്പം മുതലേ അവിടെ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ ജോലി കിട്ടി, ഇങ്ങനെ ട്രാൻസ്ഫർ ആകുന്നതനുസരിച്ച് മാറി മാറി വന്നു. അവസാനം റിട്ടയർമെന്റിന് ശേഷം നമ്മളവിടെ സ്ഥിരതാമസമാക്കി. ശരി. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നയാൾക്ക് ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധമുണ്ട് എന്നാണ് നിങ്ങളുടെ തന്നെ അയൽവാസിയായ റോസമ്മ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. താങ്കൾക്ക് ഈ സെബാസ്റ്റ്യനെ പരിചയമുണ്ടോ? സെബാസ്റ്റ്യനെ അറിയാം. ഞാൻ 2017 മുതൽ ഈ ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനാണ്. തുടക്കം മുതലേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇതിനിടയ്ക്ക് ഐഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ അന്വേഷണ സംഘത്തെയൊക്കെ അതിന് വേണ്ട വിവരങ്ങൾ കൊടുത്തതുമാണ്. പക്ഷെ തുടക്കം തന്നെ നമ്മുടെ ലോക്കൽ പോലീസ് ഇതിൽ അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമാണ് ഇത്രയും നീണ്ടുപോയതും വീണ്ടും ഒരു മിസ്സിംഗിലേക്ക് പോയത്. ഈ 2012 മുതൽ ഐഷയെ കാണുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. എന്നിട്ട് പോലും അന്വേഷിച്ചില്ലേ ഈ കേസ് എവിടെ എത്തി, തിരോധാന കേസ് എവിടെ എത്തി, ഐഷ എവിടെയാണെന്ന് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ? തിരക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും അവസാനം 2 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് ഐഷയുടെ ബന്ധുക്കളെ വിളിച്ചിരുന്നു. അതിനു മുൻപ് ആലുവാസിലുള്ള ഒരു ബോഡി പൊങ്ങിയപ്പോൾ ഐഡന്റിഫിക്കേഷന് വേണ്ടി അവരെ വിളിച്ചു. പക്ഷെ അത് ഐഷ അല്ലായിരുന്നു. ഈ റോസമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ഐഷയുടെ തിരോധാനത്തിൽ വ്യക്തമായ പങ്ക് ഈ സെബാസ്റ്റ്യൻ ഉണ്ട് എന്ന്. സെബാസ്റ്റ്യൻ ഐഷയെ കൊന്നിട്ടുണ്ടാകുമെന്ന് പോലും പറയുന്നു റോസമ്മ. താങ്കൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇതില് ഈ റോസമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടില് സെബാസ്റ്റ്യൻ വരാറുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നേരിട്ട് അറിവുള്ള കാര്യം കൂടിയാണ്. കാര്യം ഈ ബിന്ദു കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴും നമ്മൾ അതിന്റെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന് അത് വിവരങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു. അല്ല, എന്നിട്ട് താങ്കൾ തന്നെ വളരെ വ്യക്തമായി പറയുന്നു അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കൊടുത്തിരുന്നു. എന്നിട്ട് എന്തായിരിക്കും അന്നത്തെ ചേർത്തല പോലീസിന് സംഭവിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടായിരിക്കും സെബാസ്റ്റ്യനിലോട്ട് അന്വേഷണം പോവാതിരുന്നത്? പോലീസ് അന്ന് ഈ ബിന്ദു കേസ് മാത്രമാണെന്ന് എടുത്തത്. ഇതിൽ ഐഷയുമായിട്ട് കണക്ട് ചെയ്യുന്ന വിവരങ്ങൾ ഒരു മുഖവിലക്ക് എടുത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യം ഈ സ്റ്റേഷനിൽ റോസമ്മ നിൽക്കുന്ന സമയത്ത് പോലും ഐഷയുടെ ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. അതിൽ ടവർ ലൊക്കേഷൻ എടുത്ത് സെബാസ്റ്റ്യന് അന്ന് തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷെ അതൊന്നും പോലീസ് അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോയില്ല. ഈ ജൈനമ്മ തിരോധാന കേസ് ഉണ്ടല്ലോ, താങ്കൾ അത് അറിഞ്ഞു കാണുമ്പോൾ ആ കേസുമായി അതേ സമാന സാഹചര്യമാണ് ഇവിടെ ഐഷ തിരോധാന കേസിലും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഫോൺ കോളുകൾ വരുന്നു, എന്നിട്ടും പോലീസ് അന്വേഷിച്ചില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നാണ് താങ്കളും കരുതുന്നത്? ഉറപ്പായിട്ടും 100% അതിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ ജൈനമ്മയുടെ കേസ് വന്നില്ലെങ്കിൽ ഈ ബിന്ദുവിന്റെ കേസും അതുപോലെ തന്നെ ഐഷയുടെ കേസും നമ്മൾ ചർച്ച പോലും ചെയ്യേണ്ട രീതിയിലേക്ക് വരത്തില്ല. ജൈനമ്മയുടെ കേസിൽ കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് കൃത്യമായിട്ട് സെബാസ്റ്റ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലേക്ക് ഈ ഐഷയുടെ കാര്യമൊക്കെ
പൊതുസമൂഹത്തിലേക്ക് ഇത്ര വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഇതിൽ നിന്ന് നമുക്കൊരു നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൈനമ്മ, ബിന്ദു, ഐഷ പേരുകൾ ഇങ്ങനെ നീളുകയാണ്. സെബാസ്റ്റ്യന്റെ കറുത്ത കൈകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞു താങ്കൾക്ക് സെബാസ്റ്റ്യനെ അറിയാമെന്ന്, അയാൾ ഐഷയുടെ വീട്ടിൽ വരാറുണ്ട് എന്ന് വളരെ വ്യക്തമായി റോസമ്മയും നമ്മളോട് പറഞ്ഞു. അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് റോസമ്മ പറയുകയുണ്ടായി. താങ്കൾക്ക് ഈ സെബാസ്റ്റ്യനെ എങ്ങനെയാണ് പരിചയം? അയാൾ എങ്ങനത്തെ ഈ ഒരു സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി അവരെ ഒപ്പം ചേർക്കുന്ന ഒരു കൂട്ടത്തിലാണ് സെബാസ്റ്റ്യൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും വിവരം അയാളെ കുറിച്ച് അറിയാമോ? അറിയാം. ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഉള്ള സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവരുടെ സ്വത്തുവകൾ കൈക്കലാക്കുന്ന ഒരു രീതിയാണ് സെബാസ്റ്റ്യൻ ചെയ്യുന്നത്. നമ്മൾ ഈ ബിന്ദുവിന്റെ കേസിലാണെങ്കിലും ഐഷയുടെ കേസിലാണെങ്കിലും ജൈനമ്മയുടെ കേസിലാണെങ്കിലും സമാനമായ കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അവരുടെ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അവരെ വകവരുത്തുക എന്നുള്ള രീതിയാണ് പുള്ളി ചെയ്യുന്നത്. ഈ റോസമ്മ പറഞ്ഞതുപോലെ തന്നെ ഐഷയും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ നടന്നതിന് ശേഷം പിന്നെ അവരെ വകവരുത്തുക എന്നുള്ളതാണ് സെബാസ്റ്റ്യന്റെ ഒരു രീതി. നമ്മൾ ഈ 3 കേസും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത്തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷെ DNA പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ഇത് ആരുടേതാണ്, ഈ ബിന്ദുവാണോ ഐഷയാണോ ജൈനമ്മയാണോ എന്ന്, ഇനി അതിനപ്പുറത്ത് വേറൊരാളാണോ എന്നൊക്കെ അറിയണമെങ്കിൽ DNA ഫലം പുറത്തു വരണം. രൂപേഷ് ആക്ഷൻ കൗൺസിൽ അംഗമാണെന്ന് പറയുന്നു. എന്താണ് ഇനിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം? നമ്മൾ ആവശ്യപ്പെടുന്നത് സമഗ്രമായ, ഇത് 3ഉം ഏകീകരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം, അതിനൊരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നാണ്. അത് ഒരു IG ലെവലിലുള്ള ആരെയെങ്കിലും ഇതിന്റെ ഒരു സ്പെഷ്യൽ ടീമിന്റെ തലവനായി നിയമിച്ചുകൊണ്ട് ഈ ബിന്ദുവിന്റെയും ഐഷയുടെയും ജൈനമ്മയുടെയും ഇത് 3ഉം ഏകീകരിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായ അന്വേഷണം. നമ്മുടെ ജില്ലയിൽ തന്നെ മിസ്സിംഗ് കേസുകൾ നമ്മൾ കൃത്യമായിട്ട് ഇതുമായി കണക്ട് ചെയ്യുന്ന പല കേസുകളും ഇനി കാണും. ഇത് നമ്മൾ പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമാണ്. നമ്മൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോഴും മനസ്സിലാക്കും പല സ്ത്രീകളെയും ഇയാൾ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ സമഗ്രമായ അന്വേഷണത്തിന് ഒരു സ്പെഷ്യൽ ടീമിനെ വെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, വളരെ നന്ദി രൂപേഷ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാണാതായ ഐഷയുടെ സമീപവാസിയായ രൂപേഷാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം ഐഷ തിരോധാന കേസ് ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയാണ്. അദ്ദേഹം പ്രധാനമായും പറയുന്നു, റോസമ്മ പറഞ്ഞതിന് സമാനമായ തന്നെ കാര്യം തന്നെയാണ് രൂപേഷ് പറയുന്നത്. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ ഐഷയുടെ വീട്ടിൽ വരാറുണ്ട്, താനടക്കം അത് കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് മാത്രമല്ല, പോലീസിന് ഇവിടെ കൃത്യമായ വീഴ്ച സംഭവിച്ചു. പോലീസ് അന്വേഷിച്ചില്ല ഇതുവരെ ഐഷ തിരോധാന കേസ്. ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധം പോലീസ് അന്വേഷിച്ചില്ല എന്നും പോലീസിന്റെ വീഴ്ചയെ എടുത്ത് അക്കമിട്ട് പറയുന്നുണ്ട് രൂപേഷ്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം തുടരുന്നു. ശരണ്യ, ബിന്ദുവിനും ഐഷയ്ക്കും ജൈനമ്മയ്ക്കും ഇടയിൽ ഇനി എത്ര പേർ? ഇത്ര നിർണായകമായ കേസിൽ എന്തെടുക്കുകയായിരുന്നു അന്നത്തെ ചേർത്തല പോലീസ്? ഭവ്യ, ഇതിൽ വളരെ നിർണായകമായ വിവരങ്ങൾ, അതായത് സെബാസ്റ്റ്യൻ ഇനിയും മറ്റു സ്ത്രീകളെ സമീപിച്ചിരുന്നു എന്നുള്ളതിന്റെ നിർണായകമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത്തരം കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ന്യൂസ് 18 ആ ഒരു ഈ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന്റെ പിന്നാലെ തന്നെയാണ് നമ്മളും ഉള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഐഷയുടെ പുരയിടത്തിലേക്ക് നമ്മൾ പോയി. ഇന്നിപ്പോൾ അത് മറ്റൊരാൾക്ക് മറിച്ചു വിറ്റിട്ടുണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ 4 സെന്റ് ഭൂമിയാണ് ഐഷയ്ക്ക് അവിടെ ഉള്ളത്. ആ 4 സെന്റ് ഭൂമി സ്വന്തം ഒരു ബന്ധുവിൽ നിന്ന് തന്നെയാണ് ഐഷ വാങ്ങാൻ ശ്രമിച്ചിട്ടുള്ളത്. അവർക്ക് പണം മുഴുവനായി നൽകി രജിസ്ട്രേഷൻ നടത്തുന്നതിന്റെ തലേ ദിവസമാണ് ഐഷ മിസ്സിംഗ് ആവുന്നത് എന്നുള്ളതാണ്. പിന്നീട് മറ്റു ചില ദുരൂഹതകൾ ഈ കേസിനകത്തുണ്ട്. റോസമ്മയുടെ വെളിപ്പെടുത്തൽ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് റോസമ്മ സ്വന്തം വീടിനോട് തൊട്ട റോഡിന്റെ എതിർവശത്തായി 40 സെന്റ് പുരയിടം കൂടി പുതുതായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പുതുതായി വാങ്ങിയ പുരയിടത്തിൽ താൻ ഇല്ലാതിരുന്ന ദിവസം അവിടെ JCB കൊണ്ടുവന്ന് തന്റെ അനുവാദമില്ലാതെ തന്നെ സെബാസ്റ്റ്യൻ ആ പുരയിടം കിളച്ചു മറിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മരക്കുറ്റികൾ അടക്കം വലിയ കുഴിയെടുത്ത് മാറ്റി എന്ന് പറയുന്നു.
ആ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിന്ദു പത്മനാഭന്റെ തിരോധാനം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ സെബാസ്റ്റ്യൻ ഈ സ്ത്രീ റോസമ്മയെയും ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത് സംശയമുണ്ട്. ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുള്ള ഈ ആളുകളെ കാണാതായ സംഭവമൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ പുരയിടം അടക്കമുള്ള ഇടങ്ങളുമൊക്കെ അതിൽ ശ്രദ്ധയിൽപ്പെടുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ അവർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഇടപെടലുകൾ ആ പുരയിടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആ പുരയിടം വൃത്തിയാക്കുകയൊന്നും ചെയ്തിട്ട് അവിടെ ഒരു കോഴി ഫാം നടത്തിയിരുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ അടച്ചിട്ട അവസ്ഥയിലാണ് ഉള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ റോസമ്മ പറയുന്നുണ്ട്. എന്തിനാണ് അത് ചെയ്തതെന്ന് താൻ ചോദിച്ചു തിരിച്ചു വന്നപ്പോൾ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ സെയിം രീതിയിൽ തന്നെ, അതായത് രൂപേഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്ത്രീകളെ ഒക്കെ കാണാതാവുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി വന്നിട്ടുണ്ട്. ഒരു കോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് വന്നത് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, എന്നിട്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല പോലീസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നത്. ഐഷ തിരോധാന കേസിൽ അതീവ നിർണായകമായ വിവരമാണ് ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് തുടരും. ഏറ്റവും പ്രധാനപ്പെട്ട ഐഷയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ന്യൂസ് 18 പങ്കുവച്ചത്. ഇത് മറ്റൊരു മാധ്യമങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കില്ല. അത്രമാത്രം നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ റോസമ്മ ന്യൂസ് 18നോട് നടത്തിയത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള.